ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വചനം പഠിക്കാനായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് റിവിഷൻ ഡേ ആണ്. ഇന്നത്തെ വചനം കൂടിയാകുമ്പോൾ 42 വചനങ്ങൾ നമ്മൾ പഠിച്ചു കഴിയും. അപ്പോൾ ആദ്യം ഇന്നത്തെ വചനം പഠിക്കും. അതിനുശേഷം നമ്മൾ ഇന്ന് വരെ പഠിച്ച എല്ലാ വചനങ്ങളും റിവിഷൻ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വചനം നോക്കാം. യോഹന്നാൻ 15:3. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഈ വചനം 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കാം. യോഹന്നാൻ 15:3. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. യോഹന്നാൻ 15:3. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. യോഹന്നാൻ 15:3. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഇതെല്ലാവരും ബുക്കിലേക്ക് എഴുതണം. ഇനി നമുക്ക് ഈ ആഴ്ച പഠിച്ച എല്ലാ വചനങ്ങളും ഒന്നുകൂടി ഓർത്ത് നോക്കാം. സംഖ്യ 23:23. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. കൊളോസസ് 3:21. പിതാക്കന്മാരെ, നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്, പ്രകോപിപ്പിച്ചാൽ അവർ നിരുന്മേഷരാകും. സങ്കീർത്തനം 57:2. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. ജ്ഞാനം 6:25. എൻ്റെ വചനങ്ങളാൽ ശിക്ഷണം നേടുക, നിനക്ക് ശുഭം വരും. 2 കൊരിന്തോസ് 13:13. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 15:3. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഇനി കഴിഞ്ഞ ആഴ്ച പഠിച്ച 6 വചനങ്ങളൊന്നുകൂടി ഓർത്ത് നോക്കാം. മത്തായി 7:12. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവൻ. ഉൽപ്പത്തി 12:2. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ഫിലിപ്പി 4:19. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. സങ്കീർത്തനം 3:5. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്ന് എഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. 2 ദിനവൃത്താന്തം 7:15. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ഏശയ്യ 65:24. വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും. ഇനി ഇതുവരെ പഠിച്ച എല്ലാ വചനങ്ങളും, ആദ്യം മുതലുള്ള എല്ലാ വചനങ്ങളും സ്ക്രീനിൽ വരും. എല്ലാവർക്കും അത് ഓർത്ത് നോക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. യോഹന്നാൻ 14:26. സുഭാഷിതങ്ങൾ 9:10. സങ്കീർത്തനം 23:1. ഏശയ്യ 41:10. പുറപ്പാട് 14:14. എഫേസോസ് 6:1. ലേവ്യർ 19:32. സുഭാഷിതൻ 16:3. സങ്കീർത്തനം 27:1. ലൂക്ക 1:37. സങ്കീർത്തനം 37:4. ഫിലിപ്പി 4:13. യോഹന്നാൻ 14:14. സംഖ്യ 6:24. സങ്കീർത്തനം 46:10. ലൂക്ക 2:52. നിയമാവർത്തനം 6:6. മത്തായി 6:8. 2 തിമോത്തിയോസ് 2:3. സങ്കീർത്തനം 55:22. ഏശയ്യ 54:13. യോഹന്നാൻ 14:1. ഹെബ്രായർ 4:12. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8. പുറപ്പാട് 33:14. സുഭാഷിതങ്ങൾ 1:8. മർക്കോസ് 11:24. സങ്കീർത്തനം 103:2. മത്തായി 5:44. റോമ 9:16. ഇനി 42 വചനങ്ങളും പഠിക്കാതെയോ എഴുതാതെയോ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ദിവസമാണ്. അടുത്ത ദിവസങ്ങളിലൊക്കെ അത് പഠിക്കുകയും എഴുതുകയും ചെയ്യുക. ഇനി മറ്റൊരു വചനമായിട്ട് അടുത്ത ദിവസം കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.